നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആന്റി, ടിക്കറ്റ് ഏത് തിയേറ്ററിൽ ബുക്ക് ചെയ്യണമെന്നാ ചോദിച്ചേ. എടി നിനക്ക് എന്താടി ചെവി കേക്കില്ലേ? പാലട പായസം. നീ പോയി കുറച്ച് പാലട പായസം എടുത്തിട്ട് വാ. എനിക്കതാ ഇഷ്ടപ്പെട്ടത്. അപ്പൊ സംഗതി സെറ്റായല്ലേ? എടി നീ എന്താടി നോക്കിക്കൊണ്ട് നിക്കുന്നേ? പോയി എടുത്തിട്ട് വന്നേ. അടി പിടിച്ചെങ്കിലേ പാലട നല്ല ടേസ്റ്റ് ആയിരുന്നു. നീയും പോയി ഒരു ഗ്ലാസ് കുടിച്ചോ. അമ്മേ, ഞങ്ങള് പറയുന്നതൊന്നും അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അച്ഛാ ചോദിക്കേ. ഇവളുടെ ചെവിയൊക്കെ അടിച്ചു പോയെന്നാ തോന്നുന്നത്. പവിയേട്ടാ, എന്റെ ചെവിയിൽ എന്തോ ഒരു മുരൾച്ച തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമ്മൾ ഈ സൈക്കിളിൽ നിന്ന് കാറ്റ് തുറന്നു വിടുമ്പോ കേക്കുന്ന പോലെ. അതെന്താ പവിയേട്ടാ? അതെ, വല്ല ന്യൂനമർദ്ദം അത് ഉരുണ്ടു കൂടുന്നതായിരിക്കും. നിങ്ങളെന്താ പൊട്ടം കളിക്കാണോ? ഇനിയിപ്പോ മിന്നല് മാത്രമേ കാണൂ. ഇനി ഈ ആകാശത്ത് ഇടിമുഴക്കം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ദേ, രണ്ടെണ്ണം കൂടി വിഷു ആയിട്ട് എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുവാ. പവിയേട്ടാ, നമുക്ക് സിനിമയ്ക്ക് പോവാം. ഇവളുമാരെയൊന്നും കൊണ്ടുപോണ്ട. ആന്റി, ഇന്ന് ഒരു തിയേറ്ററിലും ഡോൾബി ഡിജിറ്റൽ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നതാ നല്ലത്. രണ്ടെണ്ണം പൊയ്ക്കോളൂ ഇവിടുന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഉറക്കെ പറയണം. ചുമ്മാ കുനുകുനാന്ന് പറഞ്ഞിട്ട്. ഈ പ്രായത്തിലുള്ള പെമ്പിള്ളേർക്ക് അത് നല്ലതല്ല. പോടി രണ്ടും. ഗിരിജ, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അപ്പൊ എല്ലാം ശരിയാവും. പിള്ളേരുടെ കൂടെ കൂടി പവിയേട്ടനെ ഇപ്പൊ കളിയാക്കാൻ തുടങ്ങി. ഇന്നലെ വിഷു ആഘോഷത്തിനിടയ്ക്ക് ആ ഗുണ്ടുപടക്കം എവിടെ നിന്ന് വന്നോന്നാ. അതെങ്ങാനും പൊട്ടി ദർശനയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? ഗിരിജ, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അപ്പൊ എല്ലാം ശരിയാവും. പിള്ളേരുടെ കൂടെ കൂടി പവിയേട്ടനെ ഇപ്പൊ കളിയാക്കാൻ തുടങ്ങി. അല്ല, ഈ കുൽക്കർണി എന്തിനായിരിക്കും വിളിച്ചിട്ട് മിണ്ടാതിരുന്ന്? ഒന്നുകൂടി വിളിച്ചു നോക്കിയല്ലോ. അല്ലെങ്കിൽ വേണ്ട. ഇവെന്തോ നീ കാണിക്കുന്ന? ബോസേ, ഇന്നലെ മൊബൈലിൽ ഒരു വാർത്ത കണ്ടു. ദിവസവും എക്സസൈസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്ന്. അതുകൊണ്ട് ഇനി എല്ലാ ദിവസവും ഞാൻ എക്സസൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ബോസേ, ഈ വയറൊക്കെ ഒന്ന് കുറയണമെങ്കിൽ ദിവസവും എന്നെ പോലെ എക്സസൈസ് ചെയ്യണം. അല്ലെങ്കിൽ കുറച്ചു ദൂരം ഓടണം. കുറച്ചു ദൂരം എന്ന് വെച്ചാ ആ ഗേറ്റിന്റെ ദൂരം വേണമെങ്കിൽ ഓടാം. അത് കൂടുതലൊന്നും പറ്റൂല. ഓ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്. ഞാൻ ചെയ്യുന്നത് പോലെ ബോസ് ഒന്ന് ചെയ്ത് കാണിക്ക്. ഇതാ കാണിച്ചു തരാം. ഈ 2 കാലും ഇങ്ങനെ വെക്കണം. ഈ കൈ അല്ലെങ്കിൽ വേണ്ട, ഈ കൈ ഇങ്ങനെ 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 ആക്ക്. മാറങ്ങോട്ട്. എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റൂ. ആ കാലകത്ത് പോയി. എന്റെ ബോസേ, അവിടെ എന്തോന്നിരിക്കണത്? അല്ല, നീയല്ല അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ അല്ലെന്ന്. ഈ 2 കണു ഇങ്ങനെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ദാ ഇങ്ങനെ 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 ഇങ്ങനെ. എന്താന്ന്? എന്റെ ബോസേ, അങ്ങനെ അല്ല. ഞാൻ കാണിച്ചു തരാം.
ദാ ആദ്യം കാലിങ്ങനെ വെച്ചിട്ട് ദേ ഈ കൈ ദേ ഇങ്ങനെ പോണം, ഈ കൈ ഇപ്പുറത്ത് പോണം. അങ്ങനെ കാണിക്ക്. പതുക്കെ. ഇങ്ങനെ ഹേയ്, അയ്യേ. ഞാനിപ്പോ ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും? ആ കിട്ടി. എങ്കിലേ ദേ ഒരു എളുപ്പ മാർഗം ബോസിന് പറഞ്ഞുതരാം. അത് ചെയ്യൂ. ദേ കണ്ടോ, ഒന്ന് ചെയ് കാണട്ട്. ഇതാണ് ഈസി അല്ലേ? ഉയ്. ആ, മതി മതി, കുഴപ്പമില്ല. അത് ഓക്കെയാണല്ലോ. അടുത്തിനി ഒരു എളുപ്പമാർഗം വീണ്ടും പറഞ്ഞുതരാം. ദാ ഈ കൈ രണ്ടും ഇങ്ങനെ വെക്കണം. ഇങ്ങനെ ചെയ്. പറ്റൂലല്ലേ? എന്തേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്, ബോസിന് പറ്റിയ ഒരു മാർഗം പറഞ്ഞുതരാം. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. ഈസി സിമ്പിൾ അല്ലേ? നടക്ക്. പോട്ടെ പോട്ടെ. ആ മതിയാ? ആ തളർന്നല്ലേ? ബോസേ, ആദ്യത്തെ 2 ദിവസം മാത്രമേ ഈ പടക്ക കാണൂ, പിന്നെ അത് ശീലായിക്കോളും. ബോസ് കേട്ടിട്ടില്ലേ, നിത്യാഭ്യാസി ആന എടുക്കുമെന്ന്. നീ ആന എടുക്കോ? ഈ ബോസിന്റെ ഒരു കാര്യം, ഒരു പഴമൊഴി പറയാനും പാടില്ലെന്ന് വെച്ചാ. ചുമ്മാതല്ല, ഞാൻ ചായയും കൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോ കാണാഞ്ഞത്. ദാ കുടിക്ക. എന്റെ താക്കോലെ, രൂപേഷേട്ടന് ഇതൊന്നും പറ്റില്ല. രൂപേഷേട്ടന് വിയർപ്പിന്റെ അസുഖമുള്ള ആളാ. ദർശനെ വേണ്ട, കളിയാക്കണ്ട. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ ആ വിഷു ആഘോഷത്തിനിടയ്ക്ക് ആ ഗുണ്ടുപടക്കം എവിടെ നിന്ന് വന്നു എന്നാ. ആരായിരിക്കും അതുകൊണ്ട് വെച്ചത്? ഇനിയിപ്പോ ഈ പടക്കക്കാരെടുത്ത് വെച്ചത് മാറിപ്പോയതായിരിക്കോ? ബോസേ, എക്സസൈസ് ചെയ്ത് തുടങ്ങിയപ്പോ എന്റെ ഈ ശരീരം മാത്രമല്ല, ബുദ്ധിയും വികസിച്ചു തുടങ്ങി. എന്റെ നിഗമനത്തിൽ ഇത് ആരെയോ അപകടപ്പെടുത്താൻ ചെയ്തതാണെന്നാ എനിക്ക് തോന്നണത്. ആരെ? ബോസേ, ബോസ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അതെങ്ങാനും പൊട്ടി ദർശനയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? അതോടെ ദർശനയുടെ IPS മോഹം തീർന്നില്ലേ? താക്കോല് പറയുന്നത് ശരിയാ രൂപേഷേട്ടാ, അത് കണ്ടെത്തണം. ആദ്യം പടക്കം വാങ്ങിയ കടയുമായി ബന്ധപ്പെടണം. അവർക്ക് ചിലപ്പോ എന്തെങ്കിലും സൂചന തരാൻ പറ്റിയെന്ന് വരും. കണ്ട ഇപ്പൊ ദർശനയും എന്നെ പോലെ ചിന്തിച്ചു തുടങ്ങി. അതാണ് IPS ബുദ്ധി. അതെ, ആ ഗുണ്ടുപടക്കം കത്താതിരുന്നപ്പോഴേ ഞാൻ അതിന്റെ മുകളിൽ കിടന്ന് കാണിച്ച കസർത്ത്. അതെങ്ങാനും അപ്പൊ പൊട്ടിയിരുന്നെങ്കി.